കർഷക വ്യവസായ അസോസിയേഷൻ പുതുതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിയെയും വ്യവസായ മന്ത്രിയെയും ആദരിക്കുന്ന അതിമനോഹരമായ ഒരു ഫംഗ്ഷനാണ് ഇവിടെ നടക്കുന്നത്. സംഘടനയെക്കുറിച്ചോ അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ സംസാരിക്കുന്നതാണ്. ഞാൻ നേരിട്ട് സ്വാഗതം ആശംസിക്കുക എന്നുള്ള കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ജസ്റ്റ് ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. നമ്മുടെ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയങ്ങളിൽ ഒന്നാണ്, കൺസ്ട്രക്ഷൻ മേഖല അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയങ്ങളിൽ ഒന്നാണ് മൈനിങ്ങുമായി ബന്ധപ്പെട്ടത്. നമ്മുടെ ക്രഷർ മെറ്റീരിയൽസ്, കോറി മെറ്റീരിയൽസ് മറ്റ് അനവധി സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് അവിടെ നിന്നിങ്ങോട്ട് വരുന്നത് നിലച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അതിൻ്റെ ദൗർലഭ്യം വളരെ കൂടുതലാണ്. സംസ്ഥാന വ്യവസായ മന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക് എല്ലാ അഭ്യാസക്കും എല്ലാം അത് നന്നായിട്ട് അറിയാവുന്നതാണ്. അത് വളരെ യുദ്ധകാലസ്ഥാനത്തിൽ അതിൻ്റെ പരിഹാരം ഉണ്ടാകണമെന്ന് പറയുന്നു. നമ്മുടെ അസോസിയേഷൻ എല്ലാ വ്യവസായികളെയും അഭിസംബോധന ചെയ്യുന്ന സംഘടനയാണ്. അതിനകത്ത് ആർക്കും എല്ലാ ചെറുതും വലുതുമായ എല്ലാ വ്യവസായികളും ഞങ്ങളിൽ അംഗങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ഓഫീസ് എറണാകുളത്തും എല്ലാ ജില്ലകളിലും ഓഫീസുണ്ട്. ഞാൻ ആദ്യം നമ്മുടെ അധ്യക്ഷൻ KSSIയുടെ സംസ്ഥാന പ്രസിഡന്റ് 24 മണിക്കൂറും സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ മീറ്റിംഗിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി, ജനങ്ങളുടെ മുഖ്യമന്ത്രി, ഇത്രയധികം ജനങ്ങൾ സപ്പോർട്ടോടുകൂടി അധികാരത്തിലേക്ക് വന്നിട്ടുള്ള ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. കാരണം ഞാനടക്കം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അടക്കം എല്ലാവർക്കും മെയിൽ അയച്ചിട്ടുണ്ട്. ഈ സാറിന് നിരന്തരം ഒരു പ്രാവശ്യം നിരന്തരം മെയിൽ അയച്ചു. അത് എനിക്ക് പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല, കോൺഗ്രസിന്റെ അനുഭാവിയാണ്. പക്ഷേ നമ്മുടെ നാട് അങ്ങനെ ചിന്തിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബഹുമാനായ വി ഡി സതീശൻ സാറ് മുഖ്യമന്ത്രിയായി വരാമെന്ന് നമ്മളെല്ലാവരും ഒരാളെന്നില്ല പൊതുസമൂഹം ആഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയത്. അതിന് നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. നമ്മുടെ സാമ്പത്തിക രംഗത്തെ ഒരു വിദഗ്ധനാണ് അദ്ദേഹം. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാന അവസാന സമയങ്ങളിൽ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുക്കുകയും അദ്ദേഹത്തിന്റെ പ്രസംഗം പല ദിവസം തന്നെ പല പ്രാവശ്യം കേട്ടാൽ മലയാള രീതിയിലാണ് സാമ്പത്തിക രംഗത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാ ആദരവോടും കൂടി സംസ്ഥാന വ്യവസായ അസോസിയേഷന് വേണ്ടി, ഈ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ വളരെ ആദരവോടും ബഹുമാനപൂർവ്വം സ്വാഗതം. നമ്മളുമായിട്ട് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന് ഇത്തരം മീറ്റിംഗുകൾ നമ്മളോടൊപ്പം സഹകരിക്കാൻ കഴിയട്ടെന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം നമ്മുടെ വ്യവസായ മന്ത്രി, അദ്ദേഹം നേരത്തെ വ്യവസായ മന്ത്രിയായിരുന്നു. ഇപ്പൊ വീണ്ടും വളരെ അനുഭവ സമ്പത്തോടു കൂടി വളരെ കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ്. വ്യവസായം നേരത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇപ്പൊ IT, AI തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഭംഗിയായി കൈകാര്യം ചെയ്തതിന് വേണ്ടി അദ്ദേഹം സംസ്ഥാനത്തിലെ വ്യവസായികളുടെ നേതൃത്വ സ്ഥാനത്തേക്ക് വ്യവസായ മന്ത്രിയായി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ എല്ലാ ആദരവോടും കൂടി വളരെ പ്രതീക്ഷയോടുകൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുഹമ്മദ് അലി ഷായ സാറിന് എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഇരിക്കുന്ന പലരുടെയും പേര് എനിക്ക് ഒരു 90% പുറത്താണെങ്കിൽ പേര് പറയാൻ കഴിയുന്ന ആളാണ് മുഹമ്മദ് അലി സാർ. കേരളത്തിലെ ഏത് വില്ലേജിനെ കുറിച്ചും, ഏത് പഞ്ചായത്തിനെ കുറിച്ചും, ഏത് കോളേജിനെ കുറിച്ചും, മൈനിങ്ങിനെ കുറിച്ചും എന്ത് പറഞ്ഞാലും അദ്ദേഹം ഇന്ന സ്ഥലത്തിൽ വളരെ കൃത്യമായിട്ട് ഗൂഗിൾ പറയുമ്പോൾ അദ്ദേഹം പറയും. അത്രയും കഴിവുകളുണ്ട്, അത്രയും നാടിനെ പൾസറിയാവുന്ന. കാരണം വ്യവസായ ഇപ്പോൾ കേരളത്തില് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഓൾ ഇന്ത്യ ഉള്ള സ്ഥലമാണ്. അതിന് കിട്ടുന്നതിന് വേണ്ടി മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച KSSIക്കൊപ്പം അതുപോലെ നിന്ന് പ്രവർത്തിച്ച മുഹമ്മദ് അലി ഷായ സാറിന് അഡീഷണൽ ചീഫ് സെക്രട്ടറി എല്ലാവരും ആശംസിക്കും. നമ്മുടെ അരുൺ K. വിജയൻ IAS സാർ, അദ്ദേഹം വ്യവസായ ഡയറക്ടറാണ്, KSRTCയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹം നേരത്തെ കണ്ണൂർ കളക്ടറായിരുന്നു. വളരെ ആദരപൂർവ്വം വ്യവസായത്തിന് ഒരു പുതിയ നയരൂപീകരണത്തിന് എല്ലാത്തിനും മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ മുഹമ്മദ് അലി IAS സാർ, ശ്രീ ഉമേഷ് IAS സാർ, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സെക്രട്ടറിയാണ്.
വളരെ ആദരപൂർവ്വം അദ്ദേഹത്തെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അജിത് കുമാർ സാറുണ്ട്, ബോർഡ് ഓഫ് പബ്ലിക് സെക്ടർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ചെയർമാനാണ് അദ്ദേഹത്തെ ഫ്രാൻസിൽ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സന്തോഷ് കോശികോം സാറുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സൂരജ് സാറുണ്ട്. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും അദ്ദേഹം വളരെ സഹായിയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. വളരെ ആദരപൂർവ്വം സൂരജ് സാറിനെ ഈ മീറ്റിംഗിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻ MLA-യും KSSയുടെ മുൻ പ്രസിഡന്റും നമ്മുടെ മെന്റർ ഒക്കെ ആയിട്ടുള്ള VKC മുഹമ്മദ് വൈ സാർ അദ്ദേഹം ഉണ്ട്, അദ്ദേഹത്തിന് ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം പറയുന്നു. നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് പൈക്കർ സാറുണ്ട്, അദ്ദേഹത്തെ ഈ മീറ്റിംഗിൽ സ്വാഗതം പറയുന്നു. ഒപ്പം സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള ജോസ് സാറുണ്ട്, അദ്ദേഹത്തിന് സുനിൽനാഥ് സാറിനെയും വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സംസ്ഥാന ട്രഷറർ ജയകൃഷ്ണൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ അനസ് മനാറ, മുജീബ് റഹ്മാൻ, അൻവർ തുടങ്ങിയ എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒത്തിരി പ്രതീക്ഷകളുമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി വായ സമയത്ത് അദ്ദേഹം പറഞ്ഞ പ്രസ്താവനകളിൽ ഒന്നാണ് നമ്മുടെ സമുദ്ര വിഷയത്തെ കുറിച്ച്. വിഴിഞ്ഞം മുതൽ കണ്ണൂർ വരെയുള്ള കാസർഗോഡ് വരെയുള്ള പ്രദേശത്തെ തീരദേശ പാത ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് വളരെ വിശദമായ ഒരു ഐഡിയ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിന് കുറച്ചുകൂടെ ഉത്തേജനം നൽകിയ ഒരാളാണ് നാണു വിശ്വനാഥ്, അദ്ദേഹം ഇതിന്റെ ഫ്രണ്ട് തന്നെയുണ്ട്. അദ്ദേഹത്തെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മൾ അവാർഡീസ് ഉണ്ട്. MK നാസർ, അദ്ദേഹം വലിയൊരു മൈനിങ് സെക്ടർ വർക്ക് ചെയ്യുന്ന ആളാണ്, ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ഉള്ള ആളാണ്. നമ്മുടെ പവിടം ആന്റണി സാർ, എല്ലാവർക്കും അറിയായിരിക്കും, പവിടം ഗ്രൂപ്പിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സന്ദ്ര വാട്ടർ സൊല്യൂഷൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മുൻ നിരയിലിരിക്കുന്ന മുൻ പ്രസിഡന്റുമാര്, മാഗസിൻ എഡിറ്റർ സലീമാണ്, നമ്മുടെ മെട്രോ മാർട്ടിന്റെ സിജി, വ്യവസായ കേരള വ്യാപാരി വ്യവസായ ഏകോപനസമിതിയുടെ സംസ്ഥാന സെക്രട്ടറി അടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ വൈ വിജയനുണ്ട്. നമ്മുടെ മറ്റ് ഇതിന് ക്ഷണിക്കപ്പെട്ട അതിഥികളുണ്ട്, പത്രക്കാരുണ്ട്. എല്ലാ പത്രക്കാരെയും തിരുവനന്തപുരം ജില്ലയിൽ നിന്നിട്ടുള്ള പ്രത്യേക പ്രതിനിധികളെയും, ഒപ്പം തന്നെ DIC നമ്മളോടൊപ്പം കൂടിയിട്ടുള്ള ഗോകുമാർ സാറുണ്ട്, DICയുടെ മാനേജറാണ്. LDM ജയമോഹൻ സാറുണ്ട്, അദ്ദേഹത്തെ ഒക്കെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും പ്രത്യേകിച്ച് പത്ര മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു പ്രസിഡന്റ്. അധ്യക്ഷ പ്രസംഗത്തിനായി സമാധാനീയനായ പ്രസിഡന്റ് ശ്രീ നിസാറുദ്ദീൻ അവരെ ക്ഷണിക്കുന്നു.